നിരവധി ശാപങ്ങൾ ലഭിച്ച ഒരവതാരമായിരുന്നു ശ്രീകൃഷ്ണൻ്റേത്. അവസാനം മരണത്തിന് കാരണമായ അമ്പുകാലിൽ തറച്ചത് പോലും ദുർവാസാവിൻ്റെ പഴയ ഒരു ശാപമായിരുന്നു. എന്നാൽ ശാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാന്ധാരിയുടെ ശാപമായിരുന്നു. അതായിരുന്നു കൃഷ്ണൻ്റെയും യാദവകുലത്തിൻ്റെയും നാശത്തിൽ കലാശിച്ചത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമിയിൽ പാണ്ഡവർക്ക് ഒരു ജീവൻ പോലും കാണാൻ സാധിച്ചിരുന്നില്ല. അവർ ദുഃഖിതരായി. ഈ യുദ്ധം കൊണ്ട് എന്തു നേടി എന്ന ചോദ്യം ഓരോരുത്തരുടെയും മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഒരു ജീവനെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് അരിച്ചു പെറുക്കി നോക്കി. ഇല്ല, ആരുമില്ല. നിഷ്ഫലം. ദുര്യോധനൻ്റെ മൃതശരീരത്തിന് സമീപമെത്തിയ ഗാന്ധാരി മകനെ ദുര്യോധന, എൻ്റെ പ്രിയ പ്രഥമപുത്ര എന്ന് നിലവിളിച്ചു. കണ്ണുനീർ കൊണ്ട് രണഭൂമി നനഞ്ഞുകൊണ്ടിരുന്നു. അന്ധനായ ധൃതരാഷ്ട്രർ നിസ്സഹായനായി അരികെ നിന്നു. കൃഷ്ണനും പാണ്ഡവരും അവരുടെ അടുത്തേക്ക് ഓടി, വന്ദിച്ചു, മാപ്പ് പറഞ്ഞു. സഞ്ജയൻ ഗാന്ധാരിയെ വിവരമറിയിച്ചു. എന്നാൽ ഗാന്ധാരി പാണ്ഡവരെ ഗൗനിച്ചേയില്ല. പെട്ടെന്നൊരു മിന്നൽ പോലെ ദുഃഖം മാറിമറിഞ്ഞു. ആ സ്ഥാനത്ത് പ്രതികാരാഗ്നി ജ്വലിച്ചു. സഞ്ജയൻ്റെ സഹായത്തോടെ കൃഷ്ണൻ്റെ നേരെ തിരിഞ്ഞു. സാധാരണ കൃഷ്ണ എന്ന് വാത്സല്യത്തോടെ വിളിക്കുന്ന ഗാന്ധാരി പുച്ഛവും ക്രോധവും കലർന്ന ഭാഷയിൽ, നീ ദ്വാരകയിലെ യുവരാജാവ്, ഞാൻ വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അവതാരപുരുഷനെന്നറിയപ്പെട്ടിരുന്ന നീ, നിന്റെ പ്രവൃത്തികളിൽ നിനക്ക് ലജ്ജയില്ലേ? ഗാന്ധാരി ആക്രോശിച്ചു. നിന്റെ ദിവ്യശക്തി കൊണ്ട് ഈ യുദ്ധം ഒഴിവാക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ലേ? കഴിഞ്ഞ കാലം പ്രശ്നങ്ങളുണ്ടായ ഓരോ സന്ദർഭങ്ങളിലും നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, കൃഷ്ണ, ഈ യുദ്ധം ഒഴിവാക്കൂ എന്ന്. എൻ്റെ പ്രാർത്ഥന നീ ഇങ്ങനെയാണോ മനസ്സിലാക്കിയത്? നിന്റെ അമ്മ ദേവകിയോട് ചോദിക്കൂ, പുത്രൻ മരിച്ചാലുള്ള ദുഃഖമെന്താണെന്ന്. അവളുടെ 7 കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ കൊല്ലപ്പെട്ടു. എന്നാൽ എൻ്റെ 100 പുത്രന്മാരെയാണ് നീ കാരണം കശാപ്പു ചെയ്യപ്പെട്ടത്. കൃഷ്ണൻ ചെറുതായി ചിരിച്ചത് ഗാന്ധാരി കേട്ട് ഞെട്ടി. ഗാന്ധാരിയുടെ രോക്ഷം അതിരുകടന്നു. ഇതെല്ലാം ചെയ്തു കൂട്ടി നീ ചിരിക്കുകയാണോ? എന്തൊരു ദൈവമാണ് നീ! എൻ്റെ വിഷ്ണുഭക്തി സത്യമാണെങ്കിൽ, എൻ്റെ ഭർത്തൃസ്നേഹം നിഷ്കളങ്കമാണെങ്കിൽ ഞാൻ ശപിക്കുന്നു. ഇന്നു മുതൽ 36 കൊല്ലം കഴിഞ്ഞാൽ ദ്വാരക പ്രളയത്താൽ നശിക്കട്ടെ. നിന്റെ യാദവകുലം തമ്മിൽ തല്ലി നശിക്കട്ടെ. കുരുവംശത്തിലെ സഹോദരരായ പാണ്ഡവരെയും കൗരവരെയും നീ തമ്മിൽ തല്ലിച്ച പോലെ. കൃഷ്ണ, എൻ്റെ മക്കളെ മുഴുവൻ നശിപ്പിക്കാൻ കാരണക്കാരനായ നിനക്ക് ആരുമറിയാത്ത, പ്രസിദ്ധിയില്ലാത്ത ഒരു മരണമുണ്ടാവട്ടെ എന്നും ഞാനിതാ ശപിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, അമ്മയുടെ ശാപം ഫലിക്കും. അത്രയ്ക്ക് പരിശുദ്ധയായ സ്ത്രീരത്നമാണമ്മ. ഗാന്ധാരി പൊട്ടിക്കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. കോപം മുഴുവൻ പെട്ടെന്ന് അസ്തമിച്ചു. അവൾ ഭഗവാൻ കൃഷ്ണൻ്റെ പാദങ്ങളിൽ വീണു. കൃഷ്ണൻ ഗാന്ധാരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് 36 കൊല്ലം കഴിഞ്ഞാണ് കൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞത്. കൃഷ്ണൻ തന്നെ നിർമ്മിച്ചു ഭരിച്ച ദ്വാരകാ നഗരം മുഴുവൻ ഗാന്ധാരിയുടെ ശാപമേറ്റ് പ്രളയത്തിലകപ്പെട്ടു.